സിന്തൈറ്റ് കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സിന്തൈറ്റിലെ ഫാക്ടറി ജീവനക്കാർക്കായി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ആണിത്. ഫാക്ടറിയുടെ പ്രോസസ്സിംഗ് അഥവാ പൊടിക്കുക, പാക്ക് ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളും സുരക്ഷാ മുൻകരുതലുകളുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അന്താരാഷ്ട്ര ഗുണനിലവാര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് സിന്തൈറ്റിന്റെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ ഫാക്ടറികളിൽ വ്യക്തി ശുചിത്വവും ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വേളയിലെ ശുചിത്വവും കർശനമായി പാലിക്കേണ്ടതുണ്ട്. അതിനാൽ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കണം. പൊതുവായ നിർദ്ദേശങ്ങൾ. സിന്തൈറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതുകയും കമ്പനിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സെക്യൂരിറ്റി ഗേറ്റിൽ കാണിക്കുകയും വേണം. ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സിന്തൈറ്റിൽ ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം പോലീസിൽ അറിയിക്കുന്നതാണ്. സിന്തൈറ്റിനുള്ളിൽ ഫോട്ടോഗ്രാഫിയോ വീഡിയോ ചിത്രീകരണമോ അനുവദിക്കുന്നതല്ല. പ്രോസസ്സിംഗ് പ്ലാന്റിനുള്ളിൽ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്ലാന്റിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലാൻഡ് ലൈനിൽ നിന്ന് 555 വിളിക്കാവുന്നതാണ്. കമ്പനി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജീവനക്കാർക്ക് കമ്പനി നൽകിയിരിക്കുന്ന ഫോണുകൾ മാത്രം ഉപയോഗിക്കാം. പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും സിന്തൈറ്റിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. തീപിടുത്ത സാധ്യത വർദ്ധിപ്പിക്കുന്ന തീപ്പെട്ടി, ലൈറ്റർ പോലുള്ള വസ്തുക്കൾ കൈവശം വയ്ക്കാൻ പാടില്ല. വ്യക്തി ശുചിത്വം. പ്രോസസ്സിംഗ് പ്ലാന്റിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. മുടി ചീകിയൊതുക്കി കെട്ടിവെക്കണം. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കിയിരിക്കണം. താടി പാടില്ല. വാച്ച്, ആഭരണങ്ങൾ, കയ്യിൽ കെട്ടുന്ന ബാൻഡ്, ബ്രേസ്ലെറ്റ്, ചരട് എന്നിവ പാടില്ല. വസ്ത്രത്തിന് അരഭാഗത്തിന് മുകളിലേക്കായി പോക്കറ്റുകൾ പാടില്ല. ശേഷിക്കുന്ന പോക്കറ്റുകളിൽ സാധനങ്ങളൊന്നും സൂക്ഷിക്കാനും പാടില്ല. ച്യൂയിംഗ് ഗം, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുമായി പ്ലാന്റിനുള്ളിൽ പ്രവേശിക്കരുത്. പ്ലാന്റിൽ ധരിക്കേണ്ട ആവരണങ്ങൾ. പ്ലാന്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഇനി പറയുന്നവ നിർബന്ധമായും ധരിക്കണം. മൂക്കും വായും മൂടുന്ന രീതിയിൽ ഫേസ് മാസ്ക് അഥവാ മുഖാവരണം. മുടിയും ചെവിയും പൂർണ്ണമായും മൂടുന്ന വിധത്തിൽ ഹെഡ് ക്യാപ്പ്. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള ഓവർകോട്ട്. കണ്ണുകളുടെ സുരക്ഷയ്ക്കായുള്ള സുരക്ഷാ ഗോഗിൾസ്. യന്ത്രങ്ങളുടെ വലിയ ശബ്ദത്തിൽ നിന്ന് ചെവിയെ സംരക്ഷിക്കുന്നതിനായി ഇയർ മഫ്. പ്ലാന്റിനുള്ളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സേഫ്റ്റി ഷൂസ്. പ്ലാന്റിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതുവരെ ഇവയിൽ ഒന്നുപോലും അഴിച്ചു മാറ്റാൻ പാടില്ല. കൈകൾ അണുവിമുക്തമാക്കേണ്ടത് എങ്ങനെ? ജീവനക്കാർ അടുത്തതായി ചെയ്യേണ്ടത് കൈകൾ സോപ്പ് ലായനി കൊണ്ട് അണുവിമുക്തമാക്കുക എന്നതാണ്. അതിനായി കയ്യിൽ 2 തുള്ളി സോപ്പ് ലായനി എടുക്കുക. ലായനി കൊണ്ട് കൈകളുടെ അകവും പുറവും 20 സെക്കൻഡ് നേരം നന്നായി കൂട്ടിത്തിരുമുക. ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക. ഹാൻഡ് ഡ്രയർ ഉപയോഗിച്ച് 18 സെക്കൻഡ് നേരം കൈകൾ ഉണക്കുക. പ്രോസസ്സിംഗ് പ്ലാന്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും റോ മെറ്റീരിയൽസ് അഥവാ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ കൈകാര്യം ചെയ്തതിനു ശേഷവും ഭക്ഷണത്തിനു ശേഷവും വാഷ്റൂമിൽ പോയി വന്നതിനു ശേഷവും കൈകൾ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ അണുവിമുക്തമാക്കേണ്ടതാണ്. ഇതുകൂടാതെ ഇടയ്ക്കിടെ കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുകയും വേണം. സന്ദർശകർക്ക് ഡിസ്പോസിബിൾ കോട്ടും ഷൂ കവറും. പ്രോസസ്സിംഗ് പ്ലാന്റിൽ സന്ദർശനത്തിനെത്തുന്നവർ ജീവനക്കാർ ധരിക്കുന്ന തരത്തിലുള്ള ഓവർകോട്ടും ക്യാപ്റ്റീവ് ഷൂസുമല്ല ധരിക്കേണ്ടത്. ഡിസ്പോസിബിൾ കോട്ടും ഷൂ കവറുമാണ് സന്ദർശകർ ധരിക്കേണ്ടത്. സന്ദർശകരുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ എഴുതണം. ഷൂ കവർ ധരിക്കുന്ന വിധം ഇങ്ങനെയാണ്. ആദ്യം ഈ കാണുന്ന ബെഞ്ചിലിരിക്കുക. എന്നിട്ട് ഒരു കാലിൽ ഷൂ കവർ ഇടുക. ആ കാൽ മറുവശത്തേക്ക് വയ്ക്കുക. തുടർന്ന് രണ്ടാമത്തെ കാലിലും ഷൂ കവർ ഇടുക. എന്നിട്ട് മറുവശത്തേക്ക് ഇറങ്ങി സുരക്ഷിതമായി പോവുക. സന്ദർശനത്തിലുടനീളം മേൽപ്പറഞ്ഞ ആവരണങ്ങൾ ധരിക്കേണ്ടതാണ്. അതോടൊപ്പം സന്ദർശനത്തിലുടനീളം സിന്തൈറ്റ് ജീവനക്കാർ കൂടെയുണ്ടെന്ന് ഉറപ്പാക്കുക.
പ്രോസസ്സിംഗ് പ്ലാന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസസ്സിംഗ് പ്ലാന്റിൽ വസ്തുക്കൾ വലിച്ചു വാരിയിടരുത്. എല്ലാ ഇടങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. പ്രോസസ്സിംഗിന്റെ ഫലമായി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിടരുത്. സമയാസമയങ്ങളിൽ അവ നീക്കം ചെയ്യണം. പാലറ്റുകളുടെയോ ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ബാഗുകളുടെയോ മുകളിൽ കയറി നിൽക്കരുത്. ഉപയോഗത്തിന് ശേഷം ഫേസ് മാസ്ക്, ഹെഡ് ക്യാപ്പ്, ഷൂ കവർ തുടങ്ങിയവ അശ്രദ്ധമായി വലിച്ചെറിയാതെ അവയ്ക്കായി വച്ചിരിക്കുന്ന ഡസ്റ്റ്ബിന്നിൽ ഇടുക. പ്രോസസ്സിംഗ് നടക്കുന്നിടത്തും സ്റ്റോറേജ് ഏരിയയിലും ഉപകരണങ്ങൾ കഴുകുന്ന സ്ഥലത്തും തുപ്പുന്നത് ശിക്ഷാർഹമാണ്. ഉപകരണങ്ങൾ കഴുകുന്ന സ്ഥലത്ത് വെള്ളം കെട്ടിനിൽക്കാനോ ഉപകരണങ്ങൾ കുന്നുകൂടാനോ ഇടയാക്കരുത്. അവിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. സീലിംഗിലും മേൽക്കൂരയിലും പൊടിയോ മാറാലയോ പിടിക്കാതെ നോക്കണം. പ്ലാന്റിന്റെ ഉള്ളിലൂടെ അനാവശ്യമായി കറങ്ങി നടക്കരുത്. പ്രോസസ്സിംഗ് ഹാളുകളിലെയും വെയർഹൌസുകളിലെയും ഉപകരണങ്ങളോ മറ്റു വസ്തുക്കളോ കേടുവരുത്തരുത്. ബെല്ലോയോ കണക്ഷനുകളോ കെട്ടാൻ ചണത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ വള്ളികൾ ഉപയോഗിക്കരുത്. ഓപ്പൺ പ്രോഡക്റ്റ് ഏരിയകളിൽ ഗ്ലാസുകൾ ഉപയോഗിക്കരുത്. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ സ്റ്റാപ്ലർ പിന്നുകൾ, സ്നാപ്പ് ബ്ലേഡുകൾ, ഡ്രോയിംഗ് പിന്നുകൾ, സെല്ലോ ടേപ്പ് എന്നിവ ഉപയോഗിക്കരുത്. ഷിഫ്റ്റ് തുടങ്ങുമ്പോഴും തീരുമ്പോഴും ജോലിസ്ഥലവും ഉപകരണങ്ങളും വൃത്തിയോടെ ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. സ്റ്റോറേജ് സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എമർജൻസി സൈറൻ മുഴങ്ങിയാൽ അസംബ്ലി പോയിന്റിലേക്ക് പോകാനുള്ള വഴി അറിഞ്ഞിരിക്കുക. തീപിടുത്തം ഉണ്ടായതായി മനസ്സിലാക്കിയാൽ തീ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഫയർ അലാമുള്ള സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ചിരിക്കുന്ന ചെറിയ ചുറ്റിക ഉപയോഗിച്ച് ഗ്ലാസ് പൊട്ടിച്ച് ഫയർ അലാം ഓൺ ചെയ്യുക. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുക. തുടർന്ന് പ്ലാന്റിൽ ഏറ്റവും അടുത്തുള്ള ലാൻഡ് ഫോണിൽ നിന്ന് 555 എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുക. ഇവാക്യുവേഷൻ സൈറൻ കേട്ടാൽ സേഫ്റ്റി വാർഡന്റെ നിർദ്ദേശമനുസരിച്ച് എമർജൻസി എക്സിറ്റ് വഴിയിലൂടെ അസംബ്ലി പോയിന്റിലേക്ക് പോവുക. എപ്പോഴും ഓർക്കുക, സിന്തൈറ്റിലെ എമർജൻസി നമ്പർ 555 ആണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കാനുള്ള മറ്റ് നമ്പറുകൾ: സെക്യൂരിറ്റി ഓഫീസ് 222, സേഫ്റ്റി ഓഫീസ് 333. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മുതൽ അവ പ്രാവർത്തികമാക്കേണ്ടതാണ്. സിന്തൈറ്റിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആശംസകൾ നേരുന്നു. നന്ദി.